നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യാതെ എൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റുമോ എന്ന് നോക്കുക. ചോദ്യം ലളിതമാണ്. MG യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ VC ആരാണ്? എനിക്കുറപ്പാണ് 98% പേരും ഇതിനുത്തരം പറയില്ല. കാരണം അങ്ങനെ ഒരു VCയെ നിയമിച്ചതുപോലും നമ്മളിൽ പലരും അറിഞ്ഞിട്ടില്ല. ഏതാണ്ട് 1.5 മാസം മുമ്പാണ് MG യൂണിവേഴ്സിറ്റിക്ക് പുതിയ VC നിയമിതനായത്. അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ D മാവൂദ് എന്നാണ്. സത്യം പറയാമല്ലോ, ഒരു മാധ്യമപ്രവർത്തകനായി ഞാൻ പോലും അങ്ങനെ ഒരു നിയമനം അറിഞ്ഞിരുന്നില്ല. RSS സർസംഘചാലക് മോഹൻ ഭഗവത് തിരുവനന്തപുരത്തെ ഒരു പരിപാടിക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേൾക്കാൻ പോയ ഞാൻ യാദൃച്ഛികമായി പരിചയപ്പെടുകയായിരുന്നു D മാവൂദ് എന്ന MG യൂണിവേഴ്സിറ്റി VCയെ. ഒരാൾ എന്നെ പരിചയപ്പെടുത്തുകയായിരുന്നു, ഇതാണ് പുതിയ MG VC എന്ന് പറഞ്ഞ്. എനിക്ക് അക്ഷരാർത്ഥത്തിൽ ലജ്ജ തോന്നി. MG യൂണിവേഴ്സിറ്റി VC ആരാണെന്ന് അറിയില്ലല്ലോ എന്നോർത്ത്. അത്ര ലോ പ്രൊഫൈലിലാണ് ഡോക്ടർ D മാവൂദ് ജീവിക്കുന്നത്. മാത്രമല്ല, ഇടതുപക്ഷവും വലതുപക്ഷവും ഇക്കാര്യത്തിൽ ഒരുതരം ഒളിച്ചുകളി തുടരുന്നു. വഖഫിലും പൗരത്വ ഭേദഗതി നിയമത്തിലുമൊക്കെ അവർക്ക് സംഭവിച്ച അതേ പാളിച്ച ഈ VC നിയമനത്തിലും സംഭവിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് അത് തിരുത്താൻ കഴിയാത്തതുകൊണ്ട് ഇപ്പോൾ VCയെ ഗവർണർമാർ നിയമിക്കുമ്പോൾ അറിഞ്ഞില്ലെന്ന് നടിക്കുകയാണ് ഇവർ. ബഹളം വയ്പ്പൊക്കെ നിർത്തി. കാരണം VCയെ നിയമിക്കാൻ നമ്മുടെ രാജ്യത്ത് നിയമം പറയുന്നത് ആ സെർച്ച് കമ്മിറ്റിയിൽ UGC പ്രതിനിധിയും സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധിയും ഗവർണറുടെ പ്രതിനിധിയും ഉണ്ടാവണമെന്നാണ്. ഈ 3 പ്രതിനിധികളിൽ 2 പേർ കേന്ദ്ര സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ ആരാണ് VC ആവേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് കേന്ദ്രമാണ് എന്ന സാഹചര്യം രൂപപ്പെട്ടു. സംഗതി കോടതിയിലേക്ക് നീണ്ടെങ്കിലും ചാൻസലറുടെ പരമാധികാരത്തെ സുപ്രീം കോടതി ശരിവെച്ചതോടെ തിരികെ കയറ്റപ്പെട്ടിരുന്ന മാർക്സിസ്റ്റുകാർ ഓരോരുത്തരായി പുറത്തുപോയി. ഇപ്പോൾ UDF അധികാരത്തിൽ വന്നിട്ടും അവർക്ക് VC നിയമനത്തിൽ വലിയ താല്പര്യമൊന്നുമില്ല. കാരണം അവർ വിചാരിച്ചതുപോലെ നടക്കില്ലെന്നറിയാം. അങ്ങനെ സംസ്ഥാനത്തെ ഒട്ടുമിക്ക സർവകലാശാലകളിലും സംഘീയ രാഷ്ട്രീയമുള്ളവർ VCമാരായി മാറിക്കൊണ്ടിരിക്കുന്നു. സംഘികൾ വന്നാൽ സർവകലാശാലയുടെ വിദ്യാഭ്യാസം തകരാറിലാകും എന്നാണ് ഇവർ പറയുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല സംഭവിക്കുന്നത്. രാഷ്ട്രീയ അടിമത്തം പേറുന്നവരെ VC സ്ഥാനത്തിരുത്തി സ്വജനപക്ഷപാതവും അഴിമതിയും വിദ്യാഭ്യാസ നിലവാര തകർച്ചയുമൊക്കെ ആഘോഷിച്ചിരുന്ന കാലം മാറുകയാണ്. ഡോക്ടർ മാവൂദ് ഈ 1.5 മാസം കൊണ്ട് വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ച് ബോധപൂർവം മാധ്യമങ്ങൾ മൗനം പാലിക്കുന്നതാണ്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരാണ് ഈ ഡോക്ടർ മാവൂദ് എന്നാണ്. തമിഴ്നാട്ടുകാരനാണ്. കുസാറ്റിലെ സോഷ്യൽ സയൻസ് മാനേജ്മെൻറ്റ് വിഭാഗം ഡീൻ. MBA-കാരനാണ്. PhD-കാരനാണ്. മാനേജ്മെൻറ്റ് രംഗത്തെ അതിവിദഗ്ധനാണ്. നല്ല കുറിയൊക്കെ തൊട്ട് 1-ാം തരം സംഖ്യയാണ്. കേരള കുസാറ്റിൽ ജോലി ചെയ്തപ്പോൾ അവിടുത്തെ സംഘപരിവാർ യൂണിയൻ നേതാവുമായിരുന്നു. പക്ഷെ അക്കാദമിക മികവിൻ്റെ പേരിൽ, പാരമ്പര്യത്തിൻ്റെ പേരിലാണ് ഈ പദവിയിലേക്ക് വരുന്നത്. ഇതുവരെ CPM VCമാർ പാർട്ടി നേതൃത്വത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് സർവകലാശാലയെ അഴിമതിയുടെ കൂത്തരങ്ങാക്കി മാറ്റിയെങ്കിൽ ഇപ്പോൾ സ്ഥിതിഗതികൾ മാറുന്നു. VCയുടെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ ദിവസം രജിസ്ട്രാർ ഇറക്കിയ ഒരു ചെറിയ സർക്കുലർ ഞാൻ ആദ്യം വായിച്ചു കേൾപ്പിക്കാം. സർവകലാശാല 2026 ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന നിർദ്ദേശങ്ങൾ എല്ലാ ജീവനക്കാരും കർശനമായി പാലിക്കേണ്ടതാണ്. 1. സർവകലാശാലയിലെ വിപുലമായ ഓണാഘോഷ പരിപാടികൾ അധ്യാപകർക്കും അനധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും പൊതുവായി 20/08/2026 വ്യാഴം നടത്തുന്നതായിരിക്കും. 2. സർവകലാശാലയിൽ ഓണാഘോഷത്തിനുള്ള റിഹേഴ്സലുകൾ ഓഫീസ് പ്രവൃത്തി സമയത്ത് മുൻപോ അതിനുശേഷമോ മാത്രം നടത്തേണ്ടതാണ്. ഇത് വെറുമൊരു സർക്കുലർ അല്ല. MG യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപനം മുതൽ മാറി മാറി വന്ന യൂണിയനുകൾ നാടിൻ്റെ നാനാഭാഗത്തുനിന്ന് വരുന്ന വിദ്യാർത്ഥികളോട് കാണിച്ചിരുന്ന ഒരു അനീതിയുടെ അറുതി വരുത്തലാണ്. നമുക്കറിയാം, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ല പൂർണ്ണമായും, ആലപ്പുഴ, പത്തനംതിട്ട ജില്ല ഭാഗികമായും ഉൾപ്പെടുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് MG യൂണിവേഴ്സിറ്റി. ഈ MG യൂണിവേഴ്സിറ്റിയിൽ കിലോമീറ്ററുകൾ താണ്ടി വേണം വിദ്യാർത്ഥികൾ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എത്താൻ. ഓൺലൈൻ വഴി അപേക്ഷ കൊടുത്താൽ എല്ലാ സർട്ടിഫിക്കറ്റുകളും വീട്ടിലെത്തേണ്ട കാലം പണ്ടേ അതിക്രമിച്ചു കഴിഞ്ഞു. പക്ഷേ എന്തുകൊണ്ടോ അത് ഇതുവരെ പൂർണ്ണമായും നടപ്പിലായിട്ടില്ല. അതുകൊണ്ട് ഇടുക്കി, പത്തനംതിട്ട പോലുള്ള വിദൂര പ്രദേശത്ത് നിന്ന് വിദ്യാർത്ഥികൾ കഷ്ടപ്പെട്ട് ഓരോരോ ആവശ്യത്തിന് ഇവിടെ എത്തുമ്പോൾ ഇവിടെ ഓണാഘോഷമായിരിക്കും. ഇവിടുത്തെ പ്രധാനപ്പെട്ട യൂണിയനുകളെല്ലാം 3 ദിവസമാണ് ഓണാഘോഷം നടത്തുന്നത്. കൂടാതെ യൂണിയൻ്റെ ബ്രാഞ്ച് കമ്മിറ്റിയും ലോക്കൽ കമ്മിറ്റിയും റൂം കമ്മിറ്റിയും ഒക്കെ ഓണാഘോഷം നടത്തും. ചുരുക്കി പറഞ്ഞാൽ ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസത്തിൽ മുഴുവൻ ഓണാഘോഷമായിരിക്കും. ഒരു പരിപാടിയും ഈ സമയത്ത് നടക്കില്ല. വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും ഇവിടെ വന്നൊരു സർട്ടിഫിക്കറ്റിന് വേണ്ടി ക്യൂ നിന്ന് കരഞ്ഞ് നിലവിളിച്ചു പോവേണ്ട സാഹചര്യം. ജീവനക്കാർക്ക് ഓണാഘോഷത്തിൽ മാത്രമാണ് താല്പര്യം. എല്ലാ യൂണിയനുകൾക്കും പ്രത്യേക ഓണം. അതുകൂടാതെ എല്ലാ യൂണിയനുകളുടെയും പ്രധാന കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും ബ്രാഞ്ച് കമ്മിറ്റിയും ഒക്കെ ഓണം നടത്തും. കൂടാതെ മറ്റ് ചില ഗ്രൂപ്പുകളുണ്ട്, റൂം ഗ്രൂപ്പുകൾ. അവിടെയെല്ലാം ഓണമാണ്. ഈ ഓണാഘോഷത്തിന് വേണ്ടി പോകുന്ന ദിവസങ്ങൾ മാത്രമല്ല, ഈ ഓണാഘോഷത്തിന് വേണ്ടി റിഹേഴ്സലുകളും വേണം.
ചുരുക്കി പറഞ്ഞാൽ 2 മാസത്തോളം ഇവിടെ ഒരു പണിയും നടക്കില്ല. ജീവനക്കാർ അണിഞ്ഞൊരുങ്ങി വരും, ഓണാഘോഷ പരിപാടിയുടെ പിന്നാലെ പോകും, കൃത്യമായി ശമ്പളം കൈപ്പറ്റും. ആളുകൾക്ക് അവിടെ വന്ന് ഒന്നും നേടാൻ സാധിക്കില്ല. വിദ്യാർത്ഥികൾ അവിടെ വന്ന് കണ്ണീരോടെ മടങ്ങും. സമയത്ത് സർട്ടിഫിക്കറ്റ് കിട്ടാത്തതുകൊണ്ട് പല വിദ്യാർത്ഥികളുടെയും ഭാവി ഇരുളടഞ്ഞതാവും. അതിനാണ് പരിഹാരമുണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവരുടെയും കൂടി ഓണം ഒരു ദിവസം. എല്ലാ യൂണിയനും ഓണം ആഘോഷിക്കാം, എല്ലാ കമ്മിറ്റിക്കും ഓണം ആഘോഷിക്കാം, എല്ലാം കൂടി ഒരൊറ്റ ദിവസം. ആ ദിവസം നിശ്ചയിച്ചു. അന്ന് നേരത്തെ തന്നെ മുൻകൂട്ടി അറിയിക്കും, ഓണാഘോഷമാണ്, ആരും അങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ആ ഓണാഘോഷം എല്ലാവരും അന്ന് നടത്തിക്കോണം. മാത്രമല്ല, ഓണാഘോഷത്തിന് വേണ്ടി റിഹേഴ്സലും മറ്റും നടത്തണമെങ്കിൽ വർക്കിംഗ് ടൈമിന് മുമ്പോ വർക്കിംഗ് ടൈമിന് ശേഷമോ വേണം. അതിനിടയിൽ സാധ്യമല്ല. റിഹേഴ്സലിന് വേണ്ടിയാണ് ഇവരിൽ പലരും സമയം കളഞ്ഞിരുന്നത്. ഇത് വലിയൊരു വിപ്ലവകരമായ മാറ്റമാണ്. ഇങ്ങനൊരു മാറ്റത്തിന് നേതൃത്വം കൊടുക്കാൻ മാവൂദ് എന്ന ഒരു സംഘി VC വേണ്ടി വന്നു. ഇതിനു മുമ്പ് സ്ഥിതി അങ്ങനെ ആയിരുന്നില്ല. എല്ലാ ഓണാഘോഷത്തിലും മൃഷ്ടാന്ന ഭോജനത്തിനായി VCമാരും PVCമാരും രജിസ്ട്രാർമാരും ഒരു ഉളുപ്പുമില്ലാതെ വലിഞ്ഞു കയറി ചെല്ലുമായിരുന്നു. ഈ സ്ഥിതിക്ക് മാറ്റമുണ്ടായിരിക്കുന്നു. നിരവധി മറ്റ് പരിഷ്കാരങ്ങളും MG യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ നടന്നു വരുന്നുവെന്ന് അവിടുത്തെ ജീവനക്കാർ പറയുന്നു. പ്രധാനപ്പെട്ട തസ്തികകളിൽ CPMന് വേണ്ടപ്പെട്ടവർ അല്ലെങ്കിൽ ഭരണം മാറിയാൽ UDFന് വേണ്ടപ്പെട്ടവർ ഇരുന്ന കാലം മാറി. കഴിവ് മാനദണ്ഡമാക്കി, മെറിറ്റ് മാനദണ്ഡമാക്കി കഠിന പ്രയത്നം ചെയ്യുന്ന, പെട്ടെന്ന് ഫയലുകൾ നീക്കുന്ന ഉദ്യോഗസ്ഥരെ പ്രധാനപ്പെട്ട സീറ്റുകളിലേക്ക് മാറ്റി നിയമിച്ചു. സ്ഥലം മാറ്റങ്ങൾ സുതാര്യമാക്കി. കഴിവും മെറിറ്റും വ്യക്തിപരമായ സാഹചര്യവും പരിഗണിച്ചുകൊണ്ട് എല്ലാവർക്കും ട്രാൻസ്ഫർ കൊടുക്കാൻ തുടങ്ങി. ഇവിടെ ട്രാൻസ്ഫർ പക വീട്ടുന്നതിന് വേണ്ടിയായിരുന്നു. ഭരണകക്ഷി യൂണിയനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഏത് ജീവനക്കാരനെയും ഏതു ദുനിയാവിലേക്കും സ്ഥലം മാറ്റുമായിരുന്നു. അവർക്ക് ഏറ്റവും കൂടുതൽ അസൗകര്യമുള്ളിടത്ത് മാറ്റുന്നതായിരുന്നു ഇതുവരെയുള്ള പരിഗണനയെങ്കിൽ എല്ലാവരുടെയും താല്പര്യം കൂടി പരിഗണിച്ചാണ് പുതിയ ട്രാൻസ്ഫർ. തോന്നിയ സമയത്ത് വന്ന് ഒപ്പിടുന്ന പരിപാടി നിർത്തി. കൃത്യസമയത്ത് വന്ന് ഒപ്പിട്ടോണം. ഒപ്പിട്ടാൽ പിന്നെ ജോലി ചെയ്തോണം. ഒപ്പിട്ടിട്ട് സമരത്തിനും പ്രതിഷേധത്തിനും യൂണിയൻ പ്രവർത്തനത്തിനും വേണ്ടി പോയാൽ ശമ്പളം ഇല്ല എന്ന് VC കൃത്യമായി രേഖാമൂലം അറിയിച്ചു കഴിഞ്ഞു. അങ്ങനെ അടിമുടി പരിഷ്കാരമാണ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ ഡോക്ടർ മാവൂദ് നടപ്പിലാക്കുന്നത്. ഇത്തരം പരിഷ്കാരങ്ങൾ മറ്റ് യൂണിവേഴ്സിറ്റികളിലേക്കും വരുന്നതോടെ CPMൻ്റെ കടിഞ്ഞാൺ അയയുകയും അവർക്ക് പടിപടിയായി സർവകലാശാലകളിൽ നിന്നും ഇറങ്ങിപ്പോവേണ്ടി വരികയും ചെയ്യുന്ന സാഹചര്യം തന്നെയാണ് രൂപപ്പെടുന്നത്.